നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ കവി പറഞ്ഞത് ഭാരതത്തിനെ ലോകത്തെപ്പറ്റിയുള്ള വസുദൈവ കുടുംബകം എന്ന സങ്കല്പമാണ് കവി കഴിഞ്ഞ വരികളിൽ വിശദീകരിച്ചത്. ഭഗവാൻ പിതാവായ ഭഗവാൻ നമ്മുടെ പിതാവാണെന്നും ലക്ഷ്മി ഭഗവതി മാതാവാണെന്നും ഉദ്ധരിച്ചുകൊണ്ട് വസുദൈവ കുടുംബകം എന്ന ആ സങ്കല്പത്തെ വർണ്ണിക്കുകയായിരുന്നു കവി കഴിഞ്ഞ വരികളിൽ ചെയ്തത്. തുടർന്ന് വരുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി കൊണ്ടു ജപിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഇപ്പോൾ 316 വരികളാണ് 316 വരികളാണ് ഇപ്പോൾ ചൊല്ലി നിർത്തിയത്. ഇവിടെ ശക്തി കൂടാതെ എന്ന് പറഞ്ഞാൽ വിഷയാസക്തി ഇല്ലാതെ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം. നമ്മുടെ സിദ്ധകാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുഷ്കാലം എന്നാണ്. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. വിഷയാസക്തി കൂടാതെ ഭഗവൻ നാമങ്ങൾ എപ്പോഴും ഭക്തിയോടുകൂടി ജപിച്ചു കൊണ്ടിരിക്കണം. അവനവന് വിധിച്ച ആയുഷ്കാലം കഴിയുവോളം ഇപ്രകാരം ശ്രദ്ധയോടെ ഈശ്വര ഉപാസന ചെയ്തുകൊണ്ട് ഇവരും വസിക്കേണ്ടതാണ്. മോക്ഷപ്രാപ്തിക്കുള്ള കലിയുഗത്തിലെ നാമസങ്കീർത്തനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് കവിയോട് പറയുന്നത്. എപ്പോഴും ഭഗവൻ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കണം. വിഷയാസക്തികളൊന്നും ഇല്ലാതെ വേണം ജപിക്കാൻ. വിഷയാസക്തികളെല്ലാം മാറ്റിവെച്ച് ഒരു നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവന് അവിടെ വിഷയാസക്തി മനസ്സിലുണ്ടെങ്കിൽ അവന് നാമം ജപിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സിൽ വിഷയാസക്തിയുണ്ട്. അവൻ ആ ചിന്തയിലോട് കൂടിയായിരിക്കും നാമം ജപിക്കുന്നത്. അതാണ് കവി പറയുന്നത്, ശക്തി കൂടാതെ വിഷയാസക്തി കൂടാതെ ഭഗവൻ നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടുള്ളതാണ് നമ്മളെല്ലാം. മോക്ഷപ്രാപ്തിക്ക് ശ്രേഷ്ഠമായത് നാമസങ്കീർത്തനം തന്നെയാണ്. അത് തന്നെയാണ് കവിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വരികളുമായി അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. നമസ്കാരം ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.